السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ 5 തൂണുകളിൽ രണ്ടാമത്തെ കാര്യമായ നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ച് നിർബന്ധമാക്കി നൽകിയ മഹത്തായ ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തിൽ നമ്മൾ പാലിക്കേണ്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബാണ് നമ്മൾ അവലംബമാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം വുദൂഉമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നിസ്കാരത്തിന്റെ റുക്നുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിസ്കാരത്തിന് 14 റുക്നുകളുണ്ട്. 14 റുക്നുകളിൽ എത്ര നമ്മൾ പഠിച്ചു ഇതുവരെ? 6 റുക്നുകൾ അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ് ആ 6 റുക്നുകൾ? ഒന്നാമത്തേത് അൽ ഖിയാമു മഅൽ ഖുദ്റത്തി, കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കണം. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ തക്ബീർ. മൂന്നാമത്തേത് ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ. നാലാമത്തേത് അർ-റുകൂഅ്. അഞ്ചാമത്തേത് ഇഅ്തിദാൽ. ആറാമത്തേത് അസ്സുജൂദ്. ഹസൻതും. 6 കാര്യങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സുജൂദിന്റെ രൂപം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് തുടർന്ന് അങ്ങോട്ട് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിനു മുന്നേ സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച റുകൂഇന്റെ കാര്യം, ഇഅ്തിദാലിന്റെ കാര്യം ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം മുന്നേ കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ വലിയ അനുഗ്രഹമാണ്. നമ്മൾ പണ്ടേ മദ്രസയിൽ പഠിച്ച് അവസാനിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു സുവർണാവസരം അല്ലാഹു നൽകിയിരിക്കുന്നു. ചെറിയ പ്രായത്തിൽ നമ്മൾ എണ്ണിപ്പഠിച്ചതാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഇത്ര, വുദൂഇന്റെ ഷർത്തുകൾ ഇത്രയാണ്, അതാണ് ഇതാണ്. വലിയ പ്രായമായിട്ടും അൽഹംദുലില്ലാഹ് കൂടുതൽ വിശാലമായി നമുക്കത് പഠിക്കാനുള്ള സുവർണാവസരം കിട്ടി എന്നത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. നമ്മൾ മരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഇബാദത്തുകൾ ശരിയാവാൻ, നമ്മുടെ ഇബാദത്തുകൾ നന്നാവാൻ
അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്ക വണ്ണം ഇബാദത്തുകളിൽ ഏറ്റവും നല്ല ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അത് നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും ഇൻഷാ അള്ളാഹ്. നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്നത് കാരണത്താൽ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി സുജൂദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റുക്കൂഇൽ എന്നതുപോലെ തന്നെ ഇഅ്തിദാലിൽ എന്നതുപോലെ തന്നെ പ്രവർത്തിക്കാനുണ്ട്, പറയാനുണ്ട് സുജൂദിലും. എന്താണ് സുജൂദിൽ നമ്മൾ പറയേണ്ടത്? സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകും. പിന്നെ സുജൂദിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചൊല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എന്റെ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുജൂദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വഅമ്മ സുജൂദു ഫജ്തഹിദു ഫിദ്ദുആ, എന്നാൽ സുജൂദിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ ധാരാളമായി ദുആ ചെയ്യുക. ദുആഇനു വേണ്ടി പരിശ്രമിക്കേണ്ട സന്ദർഭമാണ് സുജൂദ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിരിക്കുന്നു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറൂ മിനദ് ദുആ. ഒരടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭം എന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഒരടിമ സുജൂദിലായിരിക്കുമ്പോൾ അല്ലാഹുമായി ഏറ്റവും അവൻ അടുത്തിരിക്കുന്നു. ഫഅക്സിറൂ മിനദ് ദുആ, അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നിങ്ങൾ ദുആ, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരത്തിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ മരിക്കുന്നത് വരെ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന ഒരു ദിക്റിൽ നമ്മൾ ഒതുങ്ങിത്തീരരുത്. മറിച്ച് മുന്നേ നമ്മൾ ആദ്യത്തെ പ്രാരംഭ പ്രാർത്ഥന പറഞ്ഞത് ഓർമ്മയുണ്ടാകും. വ്യത്യസ്തങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മുടെ നിസ്കാരത്തിൽ വരേണ്ടതുണ്ട്. വ്യത്യസ്തങ്ങളായ ദിക്റുകൾ, ദുആകൾ നമ്മുടെ നിസ്കാരത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ പഠിക്കണം. മുന്നേ അത് വിശദീകരിച്ചതാണ്. സുജൂദിന്റെ സന്ദർഭത്തിൽ ദുആ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. നമുക്ക് ആകെ അറിയുന്നത് സുബ്ഹാന റബ്ബിയൽ അഅല എന്നതാണെങ്കിലോ നമുക്കത് മാത്രമേ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ. അത് ചൊല്ലിയത് കൊണ്ട് പ്രശ്നമുണ്ട് എന്നല്ല, മഹത്തായ ദിക്റാണത്. പക്ഷെ അതിൽ ഒതുങ്ങി നിൽക്കാതെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ കൂടുതൽ അള്ളാഹുവുമായി അടുത്തു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക എന്നത് എത്ര മനോഹരമാണ്. ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ചില പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു, അല്ലാഹുവേ എന്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു നൽകണേ. ദിഖ്ഖഹു വജില്ലഹു, ചെറുതും വലുതുമായ എല്ലാ പാപവും. വഅവ്വലഹു വആഖിറഹു, ഞാൻ ആദ്യം ചെയ്തതും അവസാനമായി ചെയ്യുന്നതും. വഅലാനിയതഹു വസിർറഹു, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. ഇങ്ങനെ എല്ലാ പാപങ്ങളും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണേ. സഹോദരങ്ങളെ, എത്ര മനോഹരമായ ദുആ ആണെന്ന് നോക്കൂ നിങ്ങൾ. ഇത് നമ്മുടെ നിസ്കാരത്തിൽ, നമ്മുടെ സുജൂദിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു തൗഫീഖ് കിട്ടുക എന്നത് എത്ര മഹത്തരമായ കാര്യമാണ്. പാപങ്ങൾ ഇനി ബാക്കിയുണ്ടോ? നിങ്ങൾ നോക്കൂ, ആ വാക്കുകൾ നോക്കൂ. എല്ലാ പാപങ്ങളും ചോദിച്ചു, ചെറുതും വലുതും ചോദിച്ചു, ആദ്യത്തതും അവസാനത്തതും ചോദിച്ചു, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ചോദിച്ചു. ഇനി എന്ത് ബാക്കിയുണ്ടോ? ഇനിയൊന്നും ബാക്കിയില്ലാത്ത രൂപത്തിൽ അല്ലാഹുവേ നീ എനിക്ക് പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അത് സഹോദരങ്ങളെ, കാണാതെ നമ്മൾ പഠിക്കണം. എളുപ്പമാണ്. നിങ്ങൾ നോക്കൂ, എത്ര എളുപ്പമാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. എന്തൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. പുതിയ പുതിയ ടെക്നോളജികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ആധുനിക സംവിധാനങ്ങളെ കുറിച്ച്, സൗകര്യങ്ങളെ കുറിച്ച്, പുതിയ AI കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നു. നമ്മൾ പലതിനെ കുറിച്ചും ഗവേഷണത്തിലാണ്.
ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഇതുപോലെയുള്ള ഉപകാരപ്രദമായത് പഠിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ സഹോദരങ്ങളെ നമ്മൾ എന്ത് മറുപടിയാണ് പറയാ? റബ്ബ് തന്ന ഈ കണ്ണും കാതും ഹൃദയവും അള്ളാഹുവിനു വേണ്ടി, അവനുള്ള ഇബാദത്തിനു വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തുക? എന്തിനാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങളിൽ നമുക്ക് ധാരാളമായി ദുആ ചെയ്യാം. സുദീർഘമായി സുജൂദിൽ കിടന്നുകൊണ്ട് നമുക്ക് ധാരാളമായി ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. ധാരാളം ദുആകൾ, നമുക്കറിയാവുന്ന ദുആകൾ അറബിയിൽ നമ്മൾ പഠിക്കണം. നിസ്കാരത്തിൽ അറബി ഭാഷ അല്ലാത്തതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അറിയാത്തവർ പഠിക്കണം. മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. മലയാളം അതല്ലെങ്കിൽ അനറബിയായ ഭാഷ നിസ്കാരത്തിലില്ല. കാരണം നിസ്കാരവും നിസ്കാരത്തിലെ ദിക്റുകളും നിസ്കാരത്തിലെ കർമ്മങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് തൗഖീഫിയത്താണ്, വ്യക്തമാണ്, ഖണ്ഡിതമാണ്. ഇനി പുതുതായി നമുക്കൊന്നും കടത്തിക്കൂട്ടാൻ പാടുള്ളതല്ല. എന്തു ചൊല്ലണം, എത്ര ചൊല്ലണം, എങ്ങനെ ചൊല്ലണം, ഏത് ചൊല്ലണം ഒക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. ചെറിയ ചെറിയ ദുആകൾ നമ്മൾ പഠിച്ചത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾ സഹോദരങ്ങളെ, അത് ദീർഘിപ്പിക്കാനും അത് ഭംഗി കൂട്ടാനും അത് മനോഹരമാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രാത്രി നിസ്കാരങ്ങൾ സുദീർഘമായി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട്. ദുനിയാവിന്റെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനില്ലേ? ആഖിറത്തിന്റെ കാര്യങ്ങൾ ചോദിക്കാനില്ലേ? ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക. അള്ളാഹു ഉത്തരം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സന്ദർഭങ്ങളാണത്. സുജൂദ്, അതുപോലെ തഹജ്ജുദിന്റെ സമയവും ആ ഇബാദത്തിന്റെ സന്ദർഭവും ഒക്കെ യോജിച്ചു വന്നാൽ എത്ര മനോഹരമാണെന്ന് നോക്കൂ നിങ്ങൾ. ആ സമയത്ത് അള്ളാഹുവിനോട് നമുക്ക് എന്തൊക്കെ ദുആ ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ വേവലാതികൾ, നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ പഠനം, നമ്മുടെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, എല്ലാ നന്മകൾക്ക് വേണ്ടി അറബിയിലായിരിക്കണം. ആശയസമ്പുഷ്ടമായ ദിക്ർ ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഈ പ്രാർത്ഥന മഹത്തരമായ പ്രാർത്ഥനയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ആതിന നീ ഞങ്ങൾക്ക് നൽകണേ, ഫിദ്ദുനിയ ദുനിയാവിൽ ഹസനത്തൻ നന്മ. പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടും. ദുനിയാവിൽ എന്തൊക്കെയാണ് ഒരാൾ നന്മയായി ഉദ്ദേശിക്കുന്നതൊക്കെ പൊട്ടും. വീട്, വാഹനം, ഭാര്യ, മക്കൾ, ജോലി, കൂലി, ഉപജീവനം, എല്ലാ കാര്യങ്ങളും ഫിദ്ദുനിയ ഹസനത്തൻ എന്ന കാര്യത്തിൽ പൊട്ടും. വഫിൽ ആഖിറതി ചൊല്ലാം, വഫിൽ ആഖിറതി ഹസനത്തൻ, പരലോകത്ത് നീ എനിക്ക് നന്മ നൽകണേ എന്ന് പറഞ്ഞാൽ പരലോകത്തെ എല്ലാ കാര്യങ്ങളും, ഖബർ മുതൽ അങ്ങോട്ടുള്ള എല്ലാ നന്മകൾക്ക് വേണ്ടിയും നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. എത്ര മനോഹരമാണെന്ന് നോക്കൂ നിങ്ങൾ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ദുആ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളുമായി. നമ്മളെങ്ങനെ അറിയില്ല എന്ന് പറയുക? അറബിയിൽ ഇത്ര ആശയ സമ്പുഷ്ടമായ ദിക്ർ ദുആകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നബിമാരുടെ പ്രാർത്ഥനകൾ ചോദിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നേ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മനോഹരമായ മഹത്തരമായ പ്രാർത്ഥനകൾ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന മുതൽ നമുക്ക് ഇങ്ങോട്ട് കാണാം.
റബ്ബന ദലംന അൻഫുസന, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ, അല്ലാഹുവേ നീ നമുക്ക് പുറത്തു തന്നില്ല എങ്കിൽ, നീ നമ്മളോട് കരുണ കാണിച്ചില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോയത് തന്നെ. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അന്നി മസ്സനിയ ദുർ, അല്ലാഹു എനിക്ക് പ്രയാസം പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു റബ്ബേ. നമുക്ക് അങ്ങനെ ബാധിച്ചോ? ദുആ ചെയ്യാം, അല്ലാഹു ഉത്തരം നൽകും. ഇങ്ങനെ ധാരാളം ദുആകൾ സഹോദരങ്ങളെ നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ പഠിക്കാനും വായിക്കാനും തയ്യാറായാൽ മതി. നമുക്ക് പഠിക്കാൻ സമയമില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിലും സുന്നത്തിലും വന്ന ദുആകൾ നമ്മൾ ഉപയോഗിക്കണം. കാരണം ഖുർആനിലും സുന്നത്തിലും വന്ന ദുആകൾക്ക് പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ചെറിയ വാക്കുകളായിരിക്കും, പക്ഷേ വലിയ അർത്ഥമുണ്ടാകും. ഈ പറഞ്ഞതുപോലെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ദുനിയാവിലെ നന്മയായി, ദുനിയാവിലെ നന്മകളായി, ആഖിറത്തിലെ നന്മകളായി, നരകമോചനവുമായി. ഇനി എന്താ വേണ്ടത്? ഇനി എന്താണ് വേണ്ടത് സഹോദരങ്ങളെ? ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ നമുക്ക് സുജൂദിൽ പ്രാർത്ഥിക്കാം. ഇതൊക്കെ നമുക്ക് സുജൂദിൽ പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥിക്കാൻ ആരുണ്ട് എന്നതാണ് ചോദ്യം. നമുക്ക് സമയമുണ്ടോ? സുന്നത്ത് നിസ്കാരത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ തിടുക്കം. സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ കാണിക്കുന്ന തിടുക്കം എന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ മാത്രമാണ്, നമ്മളും നമ്മുടെ റബ്ബും, നമ്മളും നമ്മുടെ പ്രാർത്ഥനയും. അള്ളാഹുവിനോട് നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട്. നിസ്കാരം എന്നത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്. സുജൂദിൽ വീണുകൊണ്ട് റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാം, നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി തരാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, ആയുസ്സിലെ വർധനവിന്, മാതാപിതാക്കൾക്ക്, എല്ലാറ്റും നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശദീകരിച്ചാൽ ഇത് മാത്രം കുറെ പറയേണ്ടി വരും. ദുആ മാത്രം കുറെ പറയേണ്ടി വരും. അതിനു മാത്രം പ്രാർത്ഥനകൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് അള്ളാഹുവിന്റെ ദീൻ. പ്രാർത്ഥനക്ക് സഹോദരങ്ങളെ ഈ ദീനിൽ ഒരു കുറവുമില്ല. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കൂ, ആദ്യം മുതൽ അവസാനം വരെ എത്ര പ്രാർത്ഥനകളാണ്, എത്ര ദുആകളാണ് ഉള്ളത്. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മൾ പ്രാർത്ഥിക്കാനാണ്. റബ്ബന, അല്ലാഹുമ്മ, എന്നിങ്ങനെയുള്ള നിരവധി പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ എത്രയാണ്? എത്ര എത്ര പ്രാർത്ഥനകൾ. എന്താണ് നമ്മുടെ ആവശ്യം? എല്ലാറ്റിനും പ്രാർത്ഥനയുണ്ട്. എന്താണ് നമ്മുടെ ആവശ്യം? എന്താണ് നമ്മുടെ ആവശ്യം ദുനിയാവിൽ? എല്ലാറ്റിനും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് സമയമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, തീർച്ചയായും ഉത്തരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആവലാതിയില്ല, അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ബേജാറുമില്ല. വലാകിൻ അഹ്മിലു ഹമ്മദ് ദുആ, പ്രാർത്ഥിക്കാൻ എനിക്ക് തൗഫീഖ് കിട്ടുന്നുണ്ടോ എന്നതിലാണ് എനിക്ക് ആവലാതി. ഫഇദാ ഉൽഹിംതു ദുആ, ദുആ ചെയ്യാൻ എനിക്ക് തോന്നിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അലിംതു അന്നൽ ഇജാബത മഅഹു, എനിക്കറിയാം എന്റെ പ്രാർത്ഥനയോടൊപ്പം അതിന്റെ കൂടെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരവുമുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്ക് നോക്കൂ നിങ്ങൾ, എന്താണ് ആ വാക്ക് നോക്കൂ നിങ്ങൾ, ചിന്തിച്ചു നോക്കൂ ആ വാക്ക്. പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമോ എന്നതിൽ എനിക്ക് ആശങ്കയില്ല, പ്രാർത്ഥിക്കാൻ എനിക്ക് തൗഫീഖ് കിട്ടുമോ എന്നതിൽ എനിക്ക് ആശങ്കയുള്ളൂ. പ്രാർത്ഥിക്കാൻ എനിക്ക് തൗഫീഖ് കിട്ടിയിട്ടുണ്ടോ എനിക്കറിയാം, ഉത്തരം അള്ളാഹു എനിക്ക് നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്ന വിഷയത്തിൽ വേറെ തന്നെ നമ്മൾ ക്ലാസ് വെക്കാനുണ്ട്, പഠിക്കണം. നമ്മൾ ദുആ എന്നത് വലിയ
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ്. മുഅ്മിനിന്റെ ആയുധമാണ്. എന്തിനാണ് ആയുധം? സുരക്ഷയാണ്. മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള ദുആ. ഇത് അതിനുള്ള സമയമാണ് സുജൂദ്. അവിടുന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. സുജൂദിൽ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം നൽകിയിരിക്കുന്നു. ഫഅക്സിറൂ മിനദ് ദുആ, നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെറിയ പ്രായം മുതൽ മരിക്കുന്നത് വരെ സുബ്ഹാന റബ്ബിയൽ അലാ എന്നതിൽ നമ്മൾ ഒതുക്കരുത്. നമ്മളതല്ലാത്ത ദുആ ചെയ്യണം. സുന്നത്ത് പ്രാവർത്തികമാക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മൾ പ്രാർത്ഥിക്കൂ, അള്ളാഹു ഉത്തരം നൽകും. നമ്മൾ ആളുകളെ ഏൽപ്പിക്കലല്ല. ഒരാളോട് ദുആ ചെയ്യണേ എന്ന് പറയുന്നത് തെറ്റായത് കൊണ്ടല്ല പറഞ്ഞത്, അനുവദനീയമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ആളുകളോട് ദ്വാരക്കണേ 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 എന്ന് പറയും. നമ്മൾ ദ്വാരക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ദുആ ചെയ്യണം. 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഇതാ അല്ലാഹു തആല നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങളിൽ അവസരമുണ്ട് പ്രിയമുള്ളവരെ. ദുഹാ നിസ്കാരത്തിൽ അവസരമുണ്ട്. രാത്രി നിസ്കാരത്തിൽ ആരും കാണാനില്ല. ഇരുട്ടിന്റെ ഏകാന്തതയിൽ റബ്ബുമായി ഒറ്റക്കിരിക്കുക എന്നത് അതിനേക്കാൾ ആസ്വാദകരമായ മറ്റൊന്നുമില്ല. അത് സഹോദരങ്ങളെ അനുഭവിച്ചറിയാൻ നമുക്ക് അള്ളാഹുവിൽ നിന്ന് തൗഫീഖ് കിട്ടലാണ് വലിയ കാര്യം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിളിക്കും, ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ, ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ. നമ്മളെല്ലാം ഓർക്കായിരിക്കും. നമ്മൾ ആ സമയത്ത്, തഹജ്ജുദിന്റെ സമയത്താണ് നമ്മുടെ ഉറക്കിന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഉറക്കം ഒന്നുകൂടി പവർ കൂടുക. ആ സമയത്ത് എഴുന്നേറ്റ് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ, തൗഫീഖ് കിട്ടുന്നുണ്ടോ എന്നതാണ് സഹോദരങ്ങളെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ചിന്തിക്കേണ്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ നിങ്ങളെക്കാൾ മുമ്പിലാണ് എന്നതൊരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. എല്ലാവരും അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് കിട്ടണം. ഈ പറഞ്ഞതിനൊക്കെ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിൽ ഒരടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ദുആ വർദ്ധിപ്പിക്കുക. ഇവിടെ സൂചിപ്പിച്ച 2 ദുആകൾ അതല്ലാത്ത ഖുർആനിലോ സുന്നത്തിലോ വന്ന ഏത് ദുആവും നമുക്ക് സമയവും സന്ദർഭവും ഉള്ളതുപോലെ നമുക്ക് ദുആ ചെയ്യാം, ഒരു തടസ്സവുമില്ല. അൽഹംദുലില്ലാ. ചിലപ്പോൾ ഈ മസ്അല ചിലരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. നമ്മൾ പണ്ടേ വിചാരിച്ചിട്ടുള്ളത് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അല, അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ചൊല്ലാൻ പാടില്ല എന്നാണ് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, അതല്ലാത്ത ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കും പ്രാർത്ഥിക്കാം. അൽഹംദുലില്ലാ. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ദുആകൾ. അതുപോലെ തന്നെ റുകൂഇന്റെ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞ ദുആകളുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. അതും സുജൂദിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ റുകൂഇഹി വസുജൂദിഹി, ഹദീസിൽ കാണാം, റുകൂഇലും സുജൂദിലും അത് പ്രാർത്ഥിച്ചിരുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. ഇതൊക്കെ സഹോദരങ്ങളെ വളരെ വിശാലമായ വിഷയമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് സുജൂദിൽ വാക്കുകളായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുജൂദാണ് നമ്മുടെ വിഷയം. അവിടുന്നാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയത്. വിഷയം വിശാലമായതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ഓർമ്മിച്ചുകൊണ്ട് അത്രയും വിശാലമായി പറഞ്ഞതാണ്. ഇതിന്റെ ഗൗരവം സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. വെറുതെ ഇങ്ങനെ നമ്മൾ വളർന്നിട്ട് പോവാന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അപ്പോഴാണ് അത് ഉപകാരപ്പെടുക, അപ്പോഴാണ് നാഫിഅ ഇൽമ് ആവുക, ഉപകാരപ്രദമായ ഇൽമ ആവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് സുജൂദ് എന്ന റുക്നിനെ കുറിച്ചാണ്. 6-ാമത്തെ റുക്ൻ
നിസ്കാരത്തിന്റെ 14 റുക്കുനുകളിൽ 6ാമത്തെ റുക്കുൻ അസ്സുജൂദ്. അതിൽ വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്, അഥവാ പറയാനുള്ളത്, ചൊല്ലാനുള്ളത്. ഇനി സുജൂദിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് സുജൂദിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ളത്? പ്രധാനമായിട്ടും ഹദീസിൽ വന്നതുപോലെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം തെളിവുദ്ധരിച്ചു 7 അവയവങ്ങളിലായി കൊണ്ടാണ് സുജൂദ് നിർവഹിക്കേണ്ടത്. ഷെയ്ഖ് പറഞ്ഞത് ഇങ്ങനെയാണ്: വസ്സുജൂദു അലൽ അഅ്ളാഇ സബ്അ, 7 അവയവങ്ങളിലായി കൊണ്ട് സുജൂദ് നിർവഹിക്കുക. പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു, അല്ലയോ മുഅ്മിനുകളെ നിങ്ങൾ റുകൂഅ് ചെയ്യുക, സുജൂദ് നിർവഹിക്കുക. അത് ഇബാദത്താണ്, അള്ളാഹുവിന്റെ കൽപ്പനയുള്ള കാര്യമാണ്. വൽ ഹദീസു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ഇപ്രകാരം കാണാം: ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളും, 7 അവയവങ്ങളിലായി കൊണ്ട് സുജൂദ് നിർവഹിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ് സഹോദരങ്ങളെ 7 അവയവങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 7 അവയവങ്ങൾ നിലത്ത് തട്ടിയാൽ മാത്രമേ നമ്മുടെ സുജൂദ് ശരിയാവുകയുള്ളൂ. ഏതൊക്കെയാണ് 7 അവയവങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു. അൽ ജബ്ഹ, നെറ്റി കാണിച്ചു. വ അശാറ ഇലാ അൻഫിഹി, നെറ്റി കാണിച്ചപ്പോൾ അവിടുന്ന് മൂക്ക് കൂടി കാണിച്ചു. ഇപ്പൊ സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റിയും മൂക്കും നിലത്ത് തട്ടണം. നെറ്റി മാത്രം തട്ടിയിട്ട് മൂക്ക് പൊന്തിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ചെറിയ മക്കൾ ശ്രദ്ധിക്കുക, ചെറിയ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. നെറ്റിയും മൂക്കും നിലത്ത് നമ്മുടെ സുജൂദിന്റെ സ്ഥാനത്ത് സ്പർശിക്കണം, ഭൂമിയിൽ തട്ടണം. അതാണ് ഒന്നാമത്തേത്. പിന്നെ വൽ യദാനി, 2 കൈകൾ അഥവാ 2 കൈപ്പത്തികൾ, 2 കൈപ്പത്തികൾ നിലത്ത് തട്ടണം. ആ 2 കൈപ്പത്തികൾ വെക്കുമ്പോൾ നിലത്ത് സ്പർശിക്കുന്ന രൂപത്തിൽ തന്നെ വെക്കണം, പൊന്തിച്ചിട്ട് വെക്കരുത്. ഇങ്ങനെ ഉയർത്തിയിട്ട് ഈ രൂപത്തിലൊന്നും വെക്കരുത്, നിലത്ത് സ്പർശിക്കണം. വറുക്ബതാനി, 2 കാൽമുട്ടുകൾ. ഇപ്പൊ എത്ര എണ്ണായി? 5 എണ്ണായി. നെറ്റിയും മൂക്കും 1 ആണ്. 2 കൈകൾ, 2 കാൽമുട്ടുകൾ. ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. ഏതാണത്? വഅത്റാഫിൽ ഖദമൈൻ, 2 കാലിന്റെ വിരലുകളുടെ ഉൾഭാഗം. അപ്പൊ എങ്ങനെ വെക്കണം? എങ്ങനെയാണ് കാല് വെക്കേണ്ടത് സുജൂദില്? അയ്യോ, ഉള്ളിലേക്ക് മടക്കി വെക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെയല്ല. കാല് ഇങ്ങനെയാണ് വെക്കേണ്ടത്. പല ആളുകളും പല കോലത്തിലും സുജൂദിൽ ഇങ്ങനെ കാലുകൊണ്ട് ഡാൻസ് കളിക്കുന്ന കാണാം, മേലെയും തായലും. അങ്ങനെയല്ല, നേരെ ഈ രൂപത്തിൽ വെക്കേണ്ടതുണ്ട്. ഇതിന്റെ ഉൾഭാഗം ഭൂമിയിൽ തട്ടണം എന്നുള്ളതാണ് ഹദീസിൽ, അത് പ്രത്യേകം വന്നിട്ടുണ്ട്. ഇപ്പൊ 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് നിർവഹിക്കുക എന്നതാണ് സഹോദരങ്ങളെ പ്രവൃത്തിയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 7 അവയവങ്ങളും തട്ടാതിരുന്നാൽ നമ്മുടെ സുജൂദിനെ അത് ബാധിക്കും. റുക്നിനെ അത് ബാധിച്ചാൽ അത് നമ്മുടെ നിസ്കാരത്തെ ബാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. പലതും ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സുജൂദിൽ കൈവെക്കണമെന്ന് പറഞ്ഞില്ലേ? ആ കൈപ്പത്തികൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വിരലുകൾ ചേർത്ത് വെക്കണം. വിരലുകൾ വിടർത്തി വെക്കരുത്. എങ്ങനെ വെക്കണം? വിരലുകൾ ചേർത്ത് വെക്കണം. വിരലുകൾ ചേർത്ത് വെക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അങ്ങനെ വിരലുകൾ ചേർത്ത് ഖിബിലയിലേക്ക്, അഥവാ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് എന്താക്കണം? നമ്മുടെ വിരലുകൾ ചേർത്ത് വെച്ച് കൈപ്പത്തി ഭൂമിയിൽ സ്പർശിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൈപ്പത്തി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ കൈപ്പത്തികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
തക്ബീറത്തുൽ ഇഹ്റാമിൽ എന്നതുപോലെ ഒന്നല്ലെങ്കിൽ നമ്മുടെ ചുമല് വരെ, അതല്ലെങ്കിൽ നമ്മുടെ ചെവി വരെ. ഇപ്പൊ ചില ആളുകൾ സുജൂദ് ചെയ്യും, കൈപ്പത്തികൾ ഉണ്ടാവും എവിടെയാണ്? കുറേ മുന്നിലായിരിക്കും. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നത് ഒന്നല്ലെങ്കിൽ നമ്മുടെ ചുമലിന് നേരെ ആക്കി വെക്കുക, അതല്ലെങ്കിലോ ഒരൽപ്പം മുന്നോട്ട് പോകാം, ചെവിന്റെ കുറ്റി വരെ. ഇതിന് കണക്കായിട്ട് നമ്മൾ നിലത്ത് നോക്കുക. ഇത് പരമാവധി ശ്രദ്ധിക്കുക. സുജൂദിന്റെ സമയത്ത് അതിന്റെ അളവെടുക്കാൻ നിൽക്കേണ്ടതില്ല. പിന്നെയോ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പരമാവധി ശ്രദ്ധിച്ചിട്ട് വെക്കുക. ആ രൂപത്തിൽ സഹോദരങ്ങളെ ചെയ്യുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദ് നേരിൽ കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ കാലുകൾ ചേർത്ത് വെക്കുക എന്നുള്ളത്. സാധാരണ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? നെറ്റിയും മൂക്കും നിലത്ത് തട്ടും, രണ്ട് കൈപ്പത്തികളും നിലത്ത് തട്ടും, കാൽമുട്ടുകളും തട്ടും. രണ്ട് കാലുകൾ നമ്മൾ എങ്ങനെയാണ് വിട്ടിട്ടാണ് പൊതുവെ പല ആളുകളും വെക്കാറുള്ളത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ വിരിപ്പിൽ കാണാതെയായി. പെട്ടെന്ന് രാത്രി നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചപ്പോൾ, പോയി നോക്കിയപ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫവജത്തുഹു സാജിദൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുജൂദിലായിക്കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു. അവിടുന്ന് രാത്രി നിസ്കരിക്കാനേ എഴുന്നേറ്റ് പോയതാണ്. അപ്പൊ അവിടുന്ന് സുജൂദ് ചെയ്തപ്പോൾ ആ സുജൂദിന്റെ രൂപം പറയുകയാണെന്ത്? റാസൻ അഖിബൈഹി മുസ്തഖ്ബിലൻ ബിഅത്റാഫി അസാബിഇഹി അൽഖിബ്ല. റാസൻ അഖിബൈഹി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മടമ്പുകൾ അവിടുന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, ചേർത്ത് വെച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്? സുജൂദിലായപ്പോൾ ഈ കാലുകൾ രണ്ടും മടമ്പുകൾ ചേർത്ത് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ പലർക്കും ഇങ്ങനെ ചേർത്ത് വെക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. എന്തോ പുതിയ കാര്യം വല്ലതും ഉണ്ടാക്കിയതാണോ എന്ന് ചില ആളുകൾക്ക് തോന്നാറുണ്ട്, ചില ആളുകൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം അങ്ങനെയായിരുന്നു. അവിടുന്ന് കാലുകൾ വിട്ടിട്ടല്ല വെച്ചിരുന്നത് സുജൂദിൽ, പിന്നെയോ ചേർത്തിട്ടായിരുന്നു. അവിടുന്ന് ചേർത്തിട്ടായിരുന്നു. അതുപോലെ ഈ ഹദീസിൽ വന്നതുപോലെ മുസ്തഖ്ബിലൻ ബി അത്റാഫി അസാബിഇഹി അൽഖിബ്ല. കാലിന്റെ വിരലുകൾ എവിടെയായിരുന്നു? ഖിബ്ലക്ക് നേരെയായിരുന്നു. വിരലുകൾ ഖിബ്ലക്ക് തിരിഞ്ഞിട്ടല്ല, പിന്നെയോ ഖിബ്ലക്ക് നേരെയായിരുന്നു. അപ്പൊ ഖിബ്ലക്ക് നേരെ വെക്കുമ്പോൾ എന്താവും? ഉൾഭാഗം നിലത്ത് തട്ടും. നേരത്തെ പറഞ്ഞ മനസ്സിലായോ? ഈ റിവായത്തിൽ, ഈ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അവ്യക്തത ഇല്ലല്ലോ. കാലിന്റെ വിരലുകൾ ഖിബ്ലക്ക് നേരെയാവും. അപ്പൊ അതിന്റെ ഉൾഭാഗം നിലത്ത് തട്ടും. പിന്നെയോ മടമ്പുകൾ ഒട്ടിച്ചു വെക്കും, ചേർത്ത് വെക്കുകയും ചെയ്യും. ഇത് സഹോദരങ്ങളെ സുന്നത്തായ രൂപമാണ്. നമ്മുടെ സുജൂദിൽ അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ അവിടുത്തെ വയറും അവിടുത്തെ തുടകളും പരസ്പരം സ്പർശിക്കാറില്ല, വിട്ടിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെ ആക്കിയിട്ട് സുജൂദ് ചെയ്യലല്ല, പിന്നെയോ കുറച്ച് അകലം വേണം, അകൽച്ച വേണം. അതുപോലെ തന്നെ കൈമുട്ടുകൾ ശരീരത്തോട് ഒട്ടിച്ചു വെക്കരുത്, വിട്ടുവെക്കണം. സാധാരണഗതിയിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ ഇല്ലെങ്കിൽ എന്ത് വേണം? നന്നായി വിട്ട് വെക്കണം. സൊഫിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വെക്കരുത്. പരമാവധി നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുവെക്കുക. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാവുന്ന രൂപത്തിൽ എന്ത് ചെയ്യരുത്? കൈകൾ അകറ്റി വെക്കരുത്. പൊതുവെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് സൊഫിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ആ സ്ഥലത്ത് പരിമിതപ്പെടുത്തിക്കൊണ്ട്
നമ്മുടെ ശരീരവുമായി ഇതൊക്കെ വേർപെടുത്തി അകറ്റി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആ, എല്ലാവർക്കും തന്നെയാണ് ബാധകം. അതായത് സാധാരണ ഇങ്ങനെ വെക്കണം, ഇങ്ങനെയാണ് വിട്ടിട്ട് വെക്കണം. പക്ഷെ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താവും? മറ്റുള്ളവർ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ കൈമലാണ് വന്നിട്ട് ഒരു വീഴ, അവരെ മുഖത്ത് കുത്തിപ്പോകും, ഇടിച്ചു പോകും. അത് പാടില്ല, ചുരുക്കി വെക്കണം. പക്ഷെ എന്തായിരിക്കണം? നമ്മുടെ തുടയും നമ്മുടെ വയറും തമ്മിൽ അകൽച്ചയുണ്ടാവണം. ഈ കൈമുട്ടുകൾ ശരീരത്തിൽ നിന്ന് അകന്ന് നിൽക്കണം. അത് നിൽക്കും, പരിശോധിച്ച് നോക്കിയാൽ മതി. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കാറുണ്ട്, പാടില്ല എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുള്ളത്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈമുട്ടുകൾ നിലത്ത് സ്പർശിക്കാതിരിക്കുക. കൈപ്പത്തി സ്പർശിക്കണം, മുട്ടുകൾ എന്താക്കരുത്, ബാക്കിയുള്ള ഇങ്ങോട്ടുള്ള ഭാഗം നിലത്ത് സ്പർശിക്കരുത്. എങ്ങനെയായിരിക്കും ആ രൂപം? ഇങ്ങനെ ഈ രൂപത്തിൽ കൈയും കൈപ്പത്തിയും ഒരുപോലെ എന്താവരുത്, നിലത്ത് സ്പർശിക്കരുത്. കൈപ്പത്തി സ്പർശിക്കുക, ഇത് പൊന്തിച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തദിലു ഫിസ്സുജൂദ്, നിങ്ങൾ സുജൂദിൽ നേരെ ആക്കുക, നേരെ നിങ്ങൾ സുജൂദ് ചെയ്യുക, നേരെ ചൊവ്വേ സുജൂദ് ചെയ്യുക. എന്താണ് നേരെ ചൊവ്വേ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അവിടുന്ന് അത് വിശദീകരിച്ചു. വലാ യബ്സുതു വലാ യബ്സുത് അഹദുകും ദിറാഅൈഹി ഇംബിസാതൽ കൽബ്, നിങ്ങൾ നിങ്ങളുടെ രണ്ട് കൈമുട്ടുകൾ നായ പരത്തി വെക്കുന്നത് പോലെ സുജൂദിൽ പരത്തി വെക്കരുത്. നായ എന്ന മൃഗം അത് അതിന്റെ കൈപ്പത്തികൾ പരത്തി വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും നമ്മൾ. നിസ്കാരത്തിൽ അതിനോട് സാദൃശ്യപ്പെടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിൽ വേറെയും ഒരുപാട് സന്ദർഭങ്ങളിൽ മൃഗങ്ങളോട് സാദൃശ്യപ്പെടാതിരിക്കാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചില പ്രവർത്തനങ്ങൾ ചില മൃഗങ്ങളോട് അതിന്റെ പ്രവർത്തനത്തോട് സാദൃശ്യമുണ്ടാകും. അത്തരമൊരു അവസ്ഥ നമുക്കുണ്ടാവരുത് എന്ന് അവിടുന്ന് പഠിപ്പിച്ച ധാരാളം ഹദീസുകൾ കാണാം. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയവും സന്ദർഭവും ഉണ്ടെങ്കിൽ നമുക്കത് പറയാം, കിതാബ് പൂർത്തിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ്. പ്രത്യേകം അവിടുന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോ നിസ്കാരത്തിൽ സുജൂദിൽ കൈകൾ പരത്തി വെക്കരുത്. ഇതൊക്കെ സർവ്വസാധാരണയായി കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട്. കുട്ടികൾ തന്നെ നന്നേ ചെറിയ കുട്ടികളല്ല, പൊതുവെ ചെറിയ കുട്ടികളെയൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കുക, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അതുപോലെ തന്നെ മുതിർന്നവരിലും ചിലപ്പോൾ കാണാറുണ്ട്. അശ്രദ്ധ കൊണ്ടായിരിക്കാം, മറന്നതും ഉണ്ടായിരിക്കാം, ക്ഷീണം കൊണ്ടായിരിക്കാം, തളർച്ച കൊണ്ടായിരിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. നിസ്കാരത്തിൽ ശ്രദ്ധ വേണം, നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൈപ്പത്തികൾ നിലത്ത് സ്പർശിക്കാതിരിക്കാൻ, കൈകൾ നമ്മുടെ കൈമുട്ടുകൾ അഥവാ കൈപ്പത്തിക്ക് മുകളിലുള്ള ഭാഗങ്ങൾ നിലത്ത് സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ സുജൂദിൽ നാം പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം സഹാബത്ത് ഒപ്പിയെടുത്ത് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കേട്ട ഹദീസ് നമുക്ക് ഓർമ്മ ഉണ്ടാവും, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പൊ പൊതുവെ നമുക്ക് സംശയം ഉണ്ടാവും, നബി നിസ്കരിച്ചത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു, അതൊക്കെ ഇങ്ങനെ പരിപൂർണമായിട്ട് കിട്ടോ? അതൊക്കെ സഹാബത്തിന് പറഞ്ഞല്ലേ, നമുക്ക് ഇതൊക്കെ നടക്കോ? നമ്മൾ പിൽക്കാലക്കാരല്ലേ, നമുക്ക് സമയം ഉണ്ടാവോ? നമ്മൾ അതുപോലെ ആവാനൊക്കെ ചിന്തിച്ചാൽ നടക്കോ? നമ്മളങ്ങനെ ആവാനാണ് സഹാബത്ത് ഓരോന്നും ഒപ്പിയെടുത്ത് പറഞ്ഞു തന്നത്. നിങ്ങൾ നോക്കൂ, സുജൂദിലെ ഓരോ കർമ്മങ്ങളും, നമ്മൾ ഇതുവരെ പഠിച്ച ഓരോ റുക്കിനുകളും നിങ്ങൾ നോക്കൂ. അവിടുന്ന് എങ്ങനെ കൈകെട്ടി, എങ്ങനെ ഏതുവരെ കൈ ഉയർത്തി, എവിടെ വെച്ചു, എങ്ങനെ വെച്ചു, എന്തൊക്കെ ചൊല്ലി, റുക്കൂ എങ്ങനെ, റുക്കൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, സഹാബത്ത് റളിയല്ലാഹു അൻഹും റിവായത്ത് ചെയ്ത് നോക്കൂ, നിങ്ങൾ അത്ഭുതപ്പെട്ടു. അവിടുന്ന്
മുതുകും പിരടിയും സമമാക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്താണ്? വെള്ളം ഒഴിച്ചാൽ നിലത്ത് വീഴുകയില്ല, അവിടെ തളം കെട്ടി വെക്കും. ആ രൂപത്തിലായിരുന്നു അവിടുത്തെ മുതുക് നേരെ വെച്ചിരുന്നത്. ഇത്ര കൃത്യമായിട്ട് അവിടുത്തെ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച നിസ്കാരമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിസ്കരിച്ചു ചോദിച്ചാൽ നിസ്കരിച്ച് എന്ത് നിസ്കരിച്ച്? അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ നിസ്കാരം ബാക്കി ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നിസ്കാരം പരിപൂർണമാക്കാൻ പരമാവധി ശ്രദ്ധിക്കാം. 100ൽ 100 എന്നത് നമുക്ക് സാധിക്കുകയില്ലെങ്കിലും അതിനോടടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സദ്ദിദു. എന്താണ് സദ്ദിദു എന്ന് പറഞ്ഞാൽ? ഒരമ്പ് അതിന്റെ ലക്ഷ്യത്തിൽ തറപ്പിക്കുക എന്നതാണ് സദ്ദിദു എന്ന് പറഞ്ഞാൽ. കൃത്യമായി അമ്പ് കൊണ്ടുപോയിട്ട് തറക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി തറക്കുന്നതിനാണ് സദ്ദിദു എന്ന് പ്രയോഗിക്കുക. അത്ര കൃത്യമായിരിക്കണം. അതാണ് ആദ്യത്തെ കൽപ്പന. എല്ലാ കാര്യങ്ങളും ആ രൂപത്തിൽ ചെയ്യണം. ഇനി അതിനൊരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ വഖാരിബു, അതിനോട് അടുത്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക. മുഴുവൻ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്നാ പിന്നെ ഒന്നും വേണ്ട എന്നല്ല, അതിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അപ്പുറത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ഒപ്പിയെടുത്ത് ഓരോന്നും നമ്മുടെ നിസ്കാരത്തിൽ പ്രയോഗിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോകുന്ന രൂപം ഹദീസുകളിൽ ചർച്ചയുണ്ട്. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 2 രൂപം കണ്ടിട്ടുണ്ട്, 2 രൂപങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തേത്, സുജൂദിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകളാണ് ആദ്യം കൊണ്ടുപോയി വെച്ചത്. അതല്ല, അവിടുത്തെ കാൽമുട്ടുകളാണ് ആദ്യം സ്പർശിച്ചത്. കാലങ്ങളായി ഫുഖഹാക്കൾക്കിടയിലുള്ള ചർച്ചയാണ്. നമ്മൾ സാധാരണ സുജൂദിൽ പോകുമ്പോൾ എന്താണ് ആദ്യം വെക്കല്? 2 കാൽമുട്ടുകൾ വെക്കുന്ന ആളുകളുണ്ട്, 2 കൈകൾ വെക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്നു, ഇദാ സജദ അഹദുക്കും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈറു. നിങ്ങളിൽ ഒരാൾ സുജൂദ് നിർവഹിക്കുകയാണെങ്കിൽ അയാൾ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. നേരത്തെ പറഞ്ഞില്ലേ, മൃഗങ്ങളുമായി സാദൃശ്യപ്പെടുത്തി അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ മുട്ടുകുത്തരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഒരാൾ 2 മുട്ടുകൾ നിലത്ത് കുത്തുന്നതിന് മുന്നേ 2 കൈകൾ നിലത്ത് വെച്ചുകൊള്ളട്ടെ. ഇതൊരു ഹദീസാണ്. ഇതിലെന്താണ് വന്നത്? എന്താണ് ആദ്യം വെക്കണം എന്ന് വന്നത്? 2 കൈകൾ എന്നാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് നിർവഹിക്കുന്നതായി കണ്ടതായി വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റിവായത്ത് ചെയ്യുന്നു. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു, ഇദാ സജദ വളഅ റുക്ബതൈഹി ഖബ്ല യദൈഹി. അവിടുന്ന് കൈകൾ നിലത്ത് വെക്കുന്നതിന് മുന്നേ 2 മുട്ടുകൾ നിലത്ത് വെക്കുന്നതായി ഞാൻ കണ്ടു. ഇങ്ങനെ ഈ 2 ഹദീസുകളും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ അഹദുക്കും ഫൽയള യദൈഹി ഖബ്ല റുക്ബതൈഹി. നിങ്ങളിൽ ഒരാൾ സുജൂദ് നിർവഹിക്കുകയാണെങ്കിൽ 2 മുട്ടുകൾക്ക് മുന്നേ അയാൾ 2 കൈകൾ വെച്ചുകൊള്ളട്ടെ. ഈ ഹദീസുകൾ നേർക്ക് നേരെ കാണുമ്പോൾ രണ്ടും 2 രൂപത്തിലാണുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ കുത്തരുത് എന്നും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം വെക്കേണ്ടത് കൈപ്പത്തിയാണ്, കൈയാണ് ആദ്യം കൊണ്ടുവെക്കേണ്ടത്. അതിൽ ഉറച്ചു നിന്ന് അത് പ്രബലമാക്കിയ പണ്ഡിതന്മാരുണ്ട്. ഇനി അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രവർത്തിച്ചതുപോലെ ആദ്യം മുട്ടുകുത്തിയിട്ടാണ് സുജൂദ് നിർവഹിക്കേണ്ടത്. കാരണം അവിടുന്ന് പ്രവർത്തിച്ചത് അതാണ്, പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രവർത്തിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് അതാണ് ചെയ്യേണ്ടത്. അത് പ്രബലമാക്കിയ ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായി ചർച്ച ചെയ്യും, പിന്നെ എന്താണ് ഒട്ടകം മുട്ടുകുത്തൽ എന്ന് പറഞ്ഞാൽ? ആധുനികരായ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസുകളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാം. ഒരാൾ കൈകൾ ആദ്യം വെച്ചാലും കാൽമുട്ടുകൾ ആദ്യം വെച്ചാലും പ്രശ്നമില്ല, അതിൽ വിശാലതയുണ്ട്. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സുജൂദിലേക്ക് ധും എന്ന് പറഞ്ഞു പോയി വീഴരുത് എന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല ആളുകളും സുജൂദിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കുറേ ശബ്ദം ഉണ്ടാവും, എന്നൊരു ശബ്ദം, മുട്ടുകൾ കൊണ്ടുപോയി ഇടിക്കുന്ന ശബ്ദങ്ങൾ. അപ്പൊ ആ രൂപത്തിൽ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ ഒറ്റയടിക്ക് പോയി ഇടരുത് എന്നാണ് അതിന്റെ ഉദ്ദേശം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവർത്തിച്ചു. അപ്പൊ അവിടുന്ന് ഉദ്ദേശിച്ചത് ഇത് രണ്ടുമല്ല, അല്ലെങ്കിൽ ഈ മുട്ടുകുത്തി വെക്കലല്ല അവിടുന്ന് ഉദ്ദേശിച്ചത്. പിന്നെയോ സുജൂദിലേക്ക് എടുത്തു ചാടി വീഴുന്നതിനെയാണ് അവിടുന്ന് വിലക്കിയത് എന്ന് അതിനെ വ്യാഖ്യാനിച്ചതായി കാണാം. വല്ലാഹു അലം. ഒരാൾക്ക് കൈവച്ചിട്ട് സുജൂദിലേക്ക് പോവലാണ് എളുപ്പമെങ്കിൽ അയാൾക്കത് ചെയ്യാം. ഒരാൾക്ക് കാൽമുട്ടുകളാണ് ആദ്യം കൊണ്ടുപോയി വെക്കുമ്പോൾ എളുപ്പം തോന്നുന്നത് എങ്കിൽ ഒരാൾക്കത് ചെയ്യാം. എന്നാൽ പോയി വീഴരുത്, അതെന്തായാലും പാടില്ലാത്തതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുതിർന്നവരും ചെറിയവരും ഒക്കെ ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. സുജൂദിലേക്ക് എടുത്തു ചാടി വീഴാതിരിക്കുക, അതാണ് ഒട്ടകത്തോട് സാദൃശ്യപ്പെടുന്നത് എന്നാണ് ആ മസ്അലയിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അലം. ഒരു ഫായിദ എന്ന നിലക്ക് അത് ഓർമ്മപ്പെടുത്തി എന്നു മാത്രം. ഇതാണ് സഹോദരങ്ങളെ മൊത്തത്തിൽ സുജൂദുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സുജൂദിൽ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, വാക്കുകൾ, പ്രവർത്തിക്കാനുള്ളത് പറഞ്ഞു, പിന്നെ സുജൂദിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, പിന്നെ സുജൂദിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിച്ച് സുജൂദ് നിർവഹിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഏഴാമത്തെ റുക്ൻ വൽ ഇഅ്തിദാലു മിൻഹു. വൽ ഇഅ്തിദാലു മിൻഹു എന്ന് പറഞ്ഞാൽ റുകൂഇന് ശേഷമുള്ള ഇഅ്തിദാൽ അല്ല ഇവിടെ ഉദ്ദേശം. പിന്നെയോ വൽ ഇഅ്തിദാലു മിനസ് സുജൂദി. സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഇരിക്കും, ആ ഇരിക്കുമ്പോൾ നേരെ ആവണം. എന്തുകൊണ്ടാണ് അത് പ്രത്യേകം പറയാനുള്ള കാരണം? പല ആളുകളും സുജൂദ് എഴുന്നേൽക്കും, അപ്പൊ തന്നെ പിന്നെയും പോകും. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും. സുജൂദിൽ നിന്ന് ഉയർന്ന് നേരെ ഇരിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? സുജൂദിൽ നിന്ന് നേരെ ആവണം. അയാളുടെ അവയവം എന്താവണം? നേരെ ആവണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അടുത്ത സുജൂദിലേക്ക് പോകേണ്ടത്. അപ്പോൾ അൽ ഇഅ്തിദാൽ എന്നത് റുക്നാണ്. ചില ആളുകൾ സുജൂദിൽ പോവും, ഉയരുന്നതിന് തൊട്ട് മുന്നേ പിന്നെയും പോവും, തീരെ നേരെയില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഒരാൾ ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകും. അങ്ങനെ പാടില്ല. മറിച്ച് എന്ത് വേണം? ആ സ്ഥലത്ത് നിൽക്കണം. ഇഅ്തിദാൽ നേരെ ആവണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അത് റുക്നാണ്. ഇത് ഏഴാമത്തെ റുക്നാണ്. എട്ടാമത്തെ റുക്ൻ വൽ ജൽസതു ബൈന സജ്ദതൈൻ. നേരെ ആയതിനു ശേഷം എന്ത് വേണം? അവിടെ ഇരിക്കണം. രണ്ട് സുജൂദുകൾക്കിടയിൽ ഉള്ള ഇരുത്തം, അത് റുക്നാണ്. രണ്ട് സുജൂദുകൾക്ക് ഇടയിലുള്ള ഇരുത്തത്തിൽ വാക്കുകളുണ്ട്, പ്രവൃത്തികളുണ്ട്. ആ ഇരുത്തത്തിൽ നമുക്ക് വാക്കുകളായിട്ട് ചൊല്ലാനുള്ളത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ബൈന സജ്ദതൈനി റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുജൂദുകൾക്കിടയിൽ റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി എന്ന് പറയാറുണ്ടായിരുന്നു. അല്ലാഹു എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ എനിക്ക്
പുറത്തു തരണേ എന്നാണ് അതിന്റെ അർത്ഥം. ഇതല്ലാത്ത ദുആവുമുണ്ട്. ഏതാണ് ഇതല്ലാത്ത ദുആ? പല റിവായത്തുകളും പല വാക്കുകളും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വർഫഅനി വഹ്ദിനി വആഫിനി തുടങ്ങി വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥനകൾ വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വആഫിനി വഹ്ദിനി വർസുഖ്നി വർഫഅനി. ഇതൊക്കെ അതിൽപ്പെട്ട വാക്കുകളാണ്. ഇത് അവിടെ നമുക്ക് ചൊല്ലാനുള്ള പ്രാർത്ഥനകളാണ്. ഇതൊക്കെ എന്താണ്? ദുആകളാണ്. അള്ളാഹു എനിക്ക് പുറത്തു തരണേ, അള്ളാഹു എനിക്ക് പുറത്തു തരണേ പ്രാർത്ഥനയാണ്. അതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർലി, അള്ളാഹു എനിക്ക് പുറത്തു തരണേ, വർഹംനി എന്നോട് കരുണ കാണിക്കണേ, വജ്ബുർനി എനിക്ക് നീ ശക്തി പകരണേ, വആഫിനി എനിക്ക് സൗഖ്യം നൽകണേ, വഹ്ദിനി എനിക്ക് നീ സന്മാർഗം നൽകണേ, വർസുഖ്നി എനിക്ക് നീ ഉപജീവനം നൽകണേ, വർഫഅനി എന്റെ സ്ഥാനം എന്റെ പദവി നീ ഉയർത്തണേ. അള്ളാഹുവിനുള്ള ദുആ ആണ്. റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി എന്നത് മരിക്കുന്നവർ അത് തന്നെ ചൊല്ലാതിരിക്കുക. പിന്നെയോ ഈ പറഞ്ഞതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് എത്ര കാര്യങ്ങൾ അതിൽ വന്നു. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കി അത്ഭുതമായിരിക്കും. എന്തുകൊണ്ടാണ് നിസ്കാരം ഇത്ര മഹത്തരമായത്? നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം കൺകുളിർമയായത്. നിസ്കരിക്കുമ്പോൾ ഒരു സമാധാനവും ആശ്വാസമൊക്കെ കിട്ടിയത് ഇതുകൊണ്ടാണ്. ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് നിസ്കരിച്ചത് കൊണ്ടാണ്. നമുക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. നിസ്കരിക്കുമ്പോൾ നമുക്ക് തിരക്കും മറന്നത് ഓർമ്മ വരുന്നതും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചന വരുന്നതൊക്കെ എന്തുകൊണ്ടാ? ഇതൊന്നും നമുക്കറിയില്ല. നമ്മിൽ പലർക്കും ഒരു യാന്ത്രികമായ പ്രവർത്തനമാണ് നിസ്കാരം. എപ്പോഴും കൈകെട്ടും, അവസാനം സലാം കിട്ടും. ഇതാണ് പലപ്പോഴും സഹോദരങ്ങളെ നമ്മുടെ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ അവസ്ഥകൾ ഇതാണ്. നമ്മൾ മാറ്റണം, നമ്മൾ മാറ്റം വരുത്തണം, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അതുകൊണ്ട് ഇതാണ് നമുക്ക് ചൊല്ലാനുള്ളത്. നമ്മൾ ചിന്തിച്ച് അർത്ഥം അറിഞ്ഞ് ചൊല്ലണം. അപ്പോഴാണ് നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവും. ഞാൻ അള്ളാഹുവിനോട് ഇതാണല്ലോ ചോദിക്കുന്നത് റബ്ബേ എന്ന ബോധ്യവും നമുക്ക് വേണം. അതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ളത് എന്താണ്? ആ സ്ഥലത്ത് ഇരിക്കണം അല്ലെ? എങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത്? അവിടെ ഇരിക്കേണ്ട രൂപം ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. എന്താണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ? വലത് കാൽ നാട്ടി വെക്കുകയും ഇടത്തെ കാലിന്മേൽ ഇരുത്തം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഇരുത്തത്തിലാണ് എന്ത് പറയാ? ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയാ. വേറൊരു ഇരുത്തം കൂടി ഉണ്ട്. അതേതാ? തവർറുക്കിന്റെ ഇരുത്തം ഉണ്ട്. അതേതാ? അതെപ്പോഴാ? അതെങ്ങനെയാ? ഇരുത്തം നിലത്തായിരിക്കും. വലത്തെ കാല് നാട്ടി വെച്ചിട്ടുണ്ടാവും, ഇടത്തെ കാലോ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം പറയാം. അവസാനത്തെ തശഹൂദ് വരുമ്പോൾ അത് പറയാം. തവർറുക്കിന്റെ ഇരുത്തമാണ് അവിടെ ഇരിക്കേണ്ടത്. അതല്ലെങ്കിൽ മറ്റൊരു ഇരുത്തം നമുക്ക് കാണാം. രണ്ട് കാലുകളും ചേർത്ത് അതിന്റെ മുകളിൽ ഇരിക്കുക. അൽ ഇഖ്ആ എന്നാണ് അതിന് പറയാം. അത് ശീലമില്ലാത്ത ആളുകൾ ചെയ്യണം എന്നില്ല. അതുപോലെ ഇതൊന്നും പരിചയമില്ലാത്ത ആളുകൾക്കിടയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ഇത് പ്രാവർത്തികമാക്കേണ്ടതില്ല. ആളുകൾക്കൊരു അപരിചിതാവസ്ഥ ഉണ്ടാവും. നമ്മൾ നിസ്കാരം കൊണ്ട് കളിക്കാന്ന് വിചാരിക്കും. അങ്ങനെ ആളുകളെ കൊണ്ട് ദീനിനെ, നിസ്കാരത്തിനെ ആക്ഷേപിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യരുത്. സാധാരണ ചെയ്താൽ മതി, സാധാരണ ഇരുത്തം ഇരുന്നാൽ മതി. അതേതാ? ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഇഫ്തിറാഷിന്റെ ഇരുത്തം ഏതിരുത്തം? പണ്ട് 3ാം ക്ലാസ്സിൽ ഫിഖ്ഹിൽ പഠിക്കുന്നതാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം. ആ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഇരുത്തം അത് സുന്നത്താണ് എന്ന് സഹാബത്ത്
പറഞ്ഞതായി കാണാം. അങ്ങനെ ഇരുന്ന ആളെ കുറിച്ച് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചതായി കാണാം, താബിഈങ്ങളിൽപ്പെട്ട ചില ആളുകൾ. അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇന്നാ ലനറാഹു ജുഫാഅൻ ബിർറജുൽ, അയാളെ കുറിച്ച് നമുക്കൊരു മോശം ചിന്ത വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഹിയ സുന്നത്തു നബീക സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നിന്റെ പ്രവാചകന്റെ സുന്നത്താണത്. ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഇഫ്തിറാഷിന്റെ ഇരുത്തം പൊതുവെ ഇരിക്കുന്ന ഇരുത്തമാണ്, അത് നമ്മൾ ഇരിക്കുക ഇടയിലിരിക്കുമ്പോൾ. എന്നിട്ട് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ത്, അവിടുന്ന് കൈകൾ എവിടെ വെച്ചിരുന്നു? കൈപ്പത്തികൾ തുടയുടെ മുകളിൽ മുട്ടിനോട് ചേർത്ത് വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഇരിക്കുക എന്നത് ആ സ്ഥലത്തുള്ള സുന്നത്തിൽ പെട്ടതാണ്. ഇതാണ് അൽ ജൽസതു ബൈന സജ്ദതൈൻ. ഒൻപതാമത്തേത് വത്തുമഅനീനതു ഫീ ജമീഇൽ അഫ്ആൽ. അതുകൂടി വേഗം പറഞ്ഞ് നമുക്ക് നിർത്താം. ഒൻപതാമത്തെ റുക്ൻ വത്തുമഅനീനതു. എന്താണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ? അടക്കം, അടങ്ങി താമസിക്കൽ എന്നാണ് പണ്ട് നമ്മൾ അർത്ഥം പറയുന്നത്. ഫി ജമീഇൽ അഫ്ആൽ, എല്ലാ പ്രവർത്തിയിലും എല്ലാ റുക്നുകളിലും തുമഅനീനത്ത് വേണം. ആദ്യം നമ്മൾ പഠിച്ച റുക്കിന് മുതൽ ഇങ്ങോട്ട് ഓരോ റുക്കിനിലും എന്ത് വേണം? തുമഅനീനത്ത് വേണം, അഥവാ അടക്കം വേണം. തിടുക്കത്തിൽ വേഗം വേഗം ഒന്ന് തീരാൻ മുന്നിലെടുത്ത് എന്നൊരു പരിപാടി ഇല്ല. എന്താണ് തുമഅനീനത്തിന്റെ മാനദണ്ഡം? എന്താണ്? എത്രയാണ് അതിന്റെ സമയം? ഒരാൾ റുക്കൂഴിൽ പോയി, റുക്കൂഴിൽ തുമഅനീനത്ത് വേണം. എത്രയാണ് അതിന്റെ സമയപരിധി? സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലാൻ എടുക്കുന്ന സമയം. ആ ഒരു സമയമെങ്കിലും നമ്മൾ അവിടെ അടക്കം പാലിക്കണം. ആ ഒരു സമയമെങ്കിലും അടക്കം പാലിക്കണം. ഇതുപോലും ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും പിന്നെ അയാളുടെ നിസ്കാരം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു തുമഅനീനത്ത് പോലും ഒരാൾക്ക് കിട്ടുന്നില്ല എങ്കിൽ എന്താണ് അയാളുടെ നിസ്കാരം? അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ റുക്നുകളിലും തുമഅനീനത്ത് പാലിക്കണം. തുമഅനീനത്ത് പാലിച്ചില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും. കാരണം അത് റുക്നാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും മറ്റു കാര്യങ്ങളും ബാക്കിയുള്ള റുക്നുകളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. മഗ്രിബ് നേരത്തെ ആയതുകൊണ്ട് നമുക്ക് വേഗം നിർത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം തുടങ്ങണം. എല്ലാവരും നേരത്തെ വന്ന് സഹകരിച്ചാൽ നമുക്ക് കുറേ കൂടി സമയം കിട്ടും. ഇതിന് ശേഷം നമുക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അസർ നേരത്തെ ആണല്ലോ, എല്ലാവരും കൃത്യമായി നേരത്തെ വരാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും പ്രാവർത്തികമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ. അള്ളാഹു തആല അവരുടെ രോഗം, പ്രയാസം ശിഫയാക്കി നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമായി മുഅ്മിനായി നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.